ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചായൻ്റെ കടിയായിട്ടാണ്. അപ്പോൾ ഇറച്ചിപ്പോള എന്ന് പറയും, നമ്മുടെ കൈപ്പോള, എന്താ പറയുക, ക്യാരറ്റ് പോള എന്നെല്ലാം പറയില്ലേ, അതുപോലെ ഇറച്ചിപ്പോള എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, അത് പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാൻ. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം വഴറ്റുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ചിക്കനിൽ ഞാൻ ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, അതായത് വെന്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ പോട്ടെ. അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്നെല്ലാം ഇളക്കി മിക്സ് ചെയ്ത് ലാസ്റ്റ് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലയും 1/4 ടീസ്പൂൺ, പിന്നെ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം മിക്സാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പണ്ടം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയിലോട്ട് ഒരു 4 മുട്ടയും പിന്നെ അതിൽ തന്നെ ഒരു 1/4 കപ്പ് പാലും 1/4 കപ്പ് മൈദയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് റെഡിയാക്കുന്ന ആ പാത്രത്തിലോട്ട് കുറച്ച് RKG ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ മുട്ടൻ്റെ മിക്സ് ഒഴിക്കുന്നുണ്ട്. അത് ക്യാമറ ഓൺ ആയിട്ടില്ല, സോറി. അതിലേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇറച്ചിൻ്റെ ഇതുണ്ടല്ലോ, മസാല, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സും കൂടി അതും ഒഴിച്ച് കൊടുക്കുക. ആദ്യം പകുതി ഒഴിച്ചിട്ട് പിന്നെ ഇറച്ചി ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും മുട്ട. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗളിലെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ട് ഇതിൽ എന്താ പറയുക ഒഴിച്ചാലും മതി. പിന്നെ 2 പാത്രമൊന്നും കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് ഇതാ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. താഴെ എന്തെങ്കിലും എന്താ ഫ്രൈ പാനോ അല്ലെങ്കിൽ പഴയ ദോശക്കല്ലോ ഓടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം പിന്നെ ചെമ്പന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ചൊന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കും. നമ്മൾ ഇത്ര നേരം മേലെയുള്ള ഭാഗം ഇത് പിന്നെ താഴെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി ചെറിയ തീയിൽ. അപ്പോൾ എന്താ പറയുക, 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അങ്ങനെയെല്ലാം റെഡിയായി ഇതാ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇതറിയുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ കടിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ ബൈ.